തിരികെ സ്വാഗതം. വാർത്തകളിലേക്ക്. അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ ഇന്നലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാലഭാസ്കറിന്റെ പിതാവ് മീഡിയ വണ്ണോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക്. മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട സംഗീതജ്ഞനായിരുന്നു ബാലഭാസ്കർ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ ഏറെ ദുരൂഹതകൾ അന്ന് കുടുംബം തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു അർജുൻ പെരിന്തൽമണ്ണയിൽ ഒരു സ്വർണ്ണ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണിയാണ്. അച്ഛാ, അന്ന് തന്നെ ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഉണ്ടെന്ന് നമ്മൾ കുടുംബം പറഞ്ഞിരുന്നു. അവൻ ക്രിമിനലാണെന്ന് നമുക്കറിയാം നേരത്തെ. കാരണം 1-2 കേസിലൊക്കെ നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. ഒരു ATM കവർച്ച കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 1-2 കേസുകളിലൊക്കെ അവൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അന്നേ സംശയം തോന്നി ഇവൻ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന്. ആ അപകടത്തിന് പിന്നിൽ ഇതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില നമ്മൾ വിശ്വസിച്ചിരുന്നതാണ്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവൻ്റെ ആ അപകടം എന്നാണ് ഞാൻ വിശ്വസിച്ചത് അന്ന്. അതിപ്പോഴും ആ വിശ്വാസം അങ്ങനെ തന്നെ. ഇപ്പോൾ CBI അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയണവർക്ക് എന്തോ ഇപ്പം നമ്മളെന്ത് പറയാനാ? CBI അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കുടുംബം അന്ന് ഉന്നയിച്ച വാദങ്ങളൊക്കെ ശരിയാണെന്ന് വെക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പോൾ വരുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവൻ അറസ്റ്റിലായി. അതെന്ന് പറഞ്ഞാൽ അവൻ പക്ക ക്രിമിനലും ഇത് തൊഴിലാക്കി നടത്തുന്നവനാണ്. സ്മഗ്ലിങ്, പിടിച്ചുപറി, എന്നാണ് സ്വർണം പൊട്ടിക്കല. അതിനിപ്പോൾ എന്താണ് പറയണത്? അതൊക്കെ അവന് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ്. എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനൽ. ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്ന ആളാണ് അന്ന് ബാലുവിന്റെ കൂടെ ഉള്ളതെന്ന് നമുക്ക് കുടുംബത്തിന് നേരത്തെ അറിയാമായില്ല. അറിഞ്ഞൂടായിരുന്നു. ഈ ആക്സിഡന്റിന് ശേഷവും പിന്നെ വന്ന ഓരോ സംഭവങ്ങളിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ അന്നേ ഇവനെ എങ്ങനെയെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ. അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇവൻ്റെ വേണ്ടപ്പെട്ട 1-2 പേര് കൊണ്ടേ ആക്കിയതാണ്. ഒന്നാ വിഷ്ണു എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ഇതിനകത്ത് സൺ ബിൽഡേഴ്സ് അതിൽ ജോലി ചെയ്തിരുന്നൊരു വിഷ്ണു ഉണ്ട്. അവൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഇവനിവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ വിഷ്ണുവും ബാലുവായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഇവനെ ആക്കിയതെന്ന് തോന്നുന്നു. ഏതായാലും അവൻ നമ്മുടെ മോനെയും കൊണ്ടുപോയി. ഇപ്പം അപകടശേഷം അർജുൻ ഇങ്ങനെ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഭാഗമാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അതിൽ നിന്ന് മനസ്സിലായി. കാരണം ഈ DRIക്കാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കുറേ. കാരണം ഈ എയർപോർട്ടിൽ നിന്ന് സ്വർണം വിഷ്ണു തമ്പിയൊക്കെ കൊണ്ടുവരണത് അതിലൊക്കെ ഇവൻ കക്ഷിയാണ്. ഈ വണ്ടി ഓടിക്കുന്നത് ഇവനാണ്. കൊണ്ടുവരാനും കൊടുക്കാനും കൊണ്ടുപോകാനും ഒക്കെ. CBI നടത്തിയ അന്വേഷണം ആ ദിശയിലോട്ട് പോയിട്ടില്ല. CBIക്കാർ വലുതായിട്ടൊന്നും അന്വേഷിച്ചൊന്നുമില്ല. വന്ന് ഇങ്ങനെ ഒരു അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ DYSP ആണ്. അങ്ങേര് വന്നൊന്നും എങ്ങും തൊടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇവനാണ് വണ്ടി ഓടിച്ചതെന്ന് മാത്രം അവർ കണ്ടുപിടിച്ചു. ആര്? ഈ CBIക്കാർ. ഈ അർജുനൻ. അത്രേ ഉള്ളൂ. അപ്പോൾ അർജുനൻ പറയണ ബാലുവാണോ ഓടിച്ചതെന്ന് എന്നും പറഞ്ഞ് അവൻ MACT ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ബാലുവാണ് വണ്ടി ഓടിച്ചത്, അതിന് അവൻ്റെ കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണമെന്നും പറഞ്ഞ് 1 കോടി രൂപയ്ക്ക് തൃശ്ശൂർ MACT അവൻ കേസ് ഫയൽ ചെയ്തിരിക്കുക. അപ്പോൾ അത് നമുക്ക് വലിയൊരു വിനയായിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ കേസ് മാറ്റി വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വക്കീൽ പോകണം. അവിടെ ആ വക്കീലിന് പൈസ കൊടുക്കാതെ അയാൾ പോവും. നമ്മൾ വെറുതെ ഇതേവരെ 10-16,000 രൂപ കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ ചുമ്മാ അവനെ എഴുതിയത്. അപ്പോൾ അതിനിടയ്ക്ക് കോംപ്രമൈസ് ചെയ്യാൻ വന്നു. മറ്റേ കേസ് പിൻവലിക്കുകയാണെങ്കിൽ, ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ MACTയുടെ കേസ് പിൻവലിക്കാമെന്ന് CBIയുടെ DYSP എന്നോട് പറഞ്ഞു. അയാൾ ചെയ്യിക്കാമെന്ന്. അയാളൊരു ഇടനിലക്കാരനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊന്നും താല്പര്യമില്ല. MACTയുടെ കേസ് നടക്കട്ടെ, നമുക്ക് ഫൈറ്റ് ചെയ്യാമല്ലോ. കാശ് കൊടുക്കണം, കുറച്ച് പോവും, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ബാലുവ പോയില്ലേ, ഇനിയിപ്പോൾ ഇത്തിരി കാശ് പോണതിനിപ്പോൾ നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ തന്നെ, വേറൊന്നുമില്ല. ഈ പുതിയൊരു സാഹചര്യത്തിൽ നിയമ നടപടിയായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? CBIയുടെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പം 2ാമത് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. അന്വേഷണമൊന്നും ശരിയല്ല CBIയുടെ. അവർ ചുമ്മാ ഇങ്ങനെ വരിക,
പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. കാരണം അവർക്കൊക്കെ വലിയ പിടിയുള്ള ആളുകളാണേ. ഈ വിഷ്ണു ആയാലും ശരി, തമ്പി ആയാലും ശരി, പിന്നെ ഈ അർജുനൻ, അവരുടെ ശിങ്കിടിയാണല്ലോ, അവരൊക്കെ വലിയ പിടിയുള്ള ആളുകളാണ്. പണം ചിലവാക്കാൻ അവരുടെ പുറകിൽ വേറെ ആളുകളുണ്ടാവും. അതാണ്, വേറൊന്നുമല്ല. ബാലുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ അർജുൻ നിർത്തിയിട്ടില്ല എന്നാണല്ലോ. നല്ല വ്യക്തമാണ്. ഈ ഇപ്പോൾ 2-3 ദിവസം മുമ്പല്ലേ പിടിച്ചത്. അവനെങ്ങനെ നിർത്തണ? അവന് കാശ് കിട്ടണതല്ലേ ഇഷ്ടം പോലെ, പിന്നെ എങ്ങനെ നിർത്തണ? തീർച്ചയായും തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ ശരിയായിരുന്നുവെന്നും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഇടപെടലുകൾ ഉണ്ട് എന്നും ആവർത്തിക്കുകയാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി. SS അനൂഷിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മുഹമ്മദ് ആഷിഖ് തന്നെ തത്സമയം ചേരുന്നുണ്ട്. ആഷിഖ്, 6 വർഷം മുമ്പ് ബാലഭാസ്കർ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അതിനുശേഷം തന്നെ ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മകന്റെ മരണത്തിൽ ഡ്രൈവറായിരുന്ന അർജുന് പങ്കുണ്ട് എന്ന്. വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണോ അദ്ദേഹം? തീർച്ചയായും ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ച് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതോടെ അന്ന് കുടുംബം ഉന്നയിച്ച വാദങ്ങളെല്ലാം ശരിയാണ് എന്ന നിലയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. അന്ന് തന്നെ ബാലഭാസ്കറിന്റെ കുടുംബം, പ്രത്യേകിച്ച് അച്ഛനും സഹോദരിയും അടക്കമുള്ളവർ, ഇതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഇടപെടലുണ്ട്, ഇതിൽ തന്നെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായ അർജുൻ സ്വർണ്ണക്കടത്ത് മാഫിയയിലെ അംഗമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അന്വേഷണം CBIക്ക് വിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ കുടുംബം പറയുന്നത് CBI അന്വേഷണം പോലും ആ ദിശയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ CBI ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഈ ബാലഭാസ്കറിന്റെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്നത് അന്ന് ബാലഭാസ്കർ ആയിരുന്നു എന്നായിരുന്നു അർജുൻ ആദ്യഘട്ടത്തിൽ വാദിച്ചത്. പിന്നീട് അന്വേഷണത്തിൽ അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാദത്തിനെതിരെ മാനനഷ്ട കേസ് SICTയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തനിക്കെതിരെ അച്ഛൻ ഉണ്ണിക്കെതിരെ അർജുൻ ഒരു മാനനഷ്ട കേസ് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ കേസ് പിൻവലിക്കണമെങ്കിൽ ഈ ഒറിജിനൽ കേസ്, ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പിൻവലിക്കണമെന്നുള്ള ഒരു ഒത്തുതീർപ്പിന് CBI ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, മലയാളികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സംഗീതജ്ഞനായിരുന്നു ബാലഭാസ്കർ. 6 വർഷങ്ങൾക്ക് മുമ്പ് ബാലഭാസ്കറിന്റെ മരണം ഒരു അകാല മരണമായിരുന്നു. വലിയ അപകടം കേരളത്തിലുള്ള എല്ലാ മലയാളികളെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമായി മാറിയിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ വലിയ ദുരൂഹത ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. പിന്നീട് കുടുംബം ഇതിനെ സ്വർണ്ണക്കടത്തുമായി എല്ലാം ബന്ധിപ്പിക്കുന്നതോടെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പ്രമാദമായി വരുന്നത്. എന്നാൽ ഒരു കാലത്തിന് ശേഷം CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അതെങ്ങും എത്താത്ത രീതിയിൽ പലതരത്തിൽ അത് തേഞ്ഞു മാഞ്ഞു പോകുന്നതായിരുന്നു കണ്ടത്. എന്നാൽ ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ച് ഡ്രൈവറായിരുന്നു അർജുനെ പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും പിടികൂടുന്നതോടെ കേസിന്റെ ദിശ മാറുന്നതാണ് കാണിക്കുന്നത്. അന്ന് തന്നെ കുടുംബം ഉന്നയിച്ച വാദങ്ങൾ ശരിയായിരുന്നു, ഇതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന കാര്യം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അച്ഛൻ KC ഉണ്ണിയും ഇത് തന്നെയാണ് പറയുന്നത്. തങ്ങൾ കുടുംബം ആദ്യഘട്ടം മുതൽ ഉന്നയിച്ച വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷവും ഈ ഡ്രൈവറായിട്ടുള്ള അർജുൻ ഇത്തരം സ്വർണ്ണക്കടത്ത് പോലുള്ള ഇടപെടലുകൾ തുടർന്നു പോകുന്നു. ഈ അർജുൻ നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞവർക്കെല്ലാം ഇതൊരു മറുപടിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് KC ഉണ്ണിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഉന്നയിച്ചിരുന്നു എന്നും അവർ ആവർത്തിക്കുന്നുണ്ട്. കൂടാതെ CBI അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല, CBI ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് തെച്ചുമാച്ചു കളയാനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇപ്പോൾ KC ഉണ്ണി ഉന്നയിക്കുന്നുണ്ട്. അമൃത.